ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു 9ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ന്യൂ നമ്പേഴ്സിലെ. അതിൽ നമ്മൾ കറക്റ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിമ്പിളല്ലേ, എല്ലാവരും കഴിഞ്ഞ ക്ലാസ് കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ പൈതഗോറസ് തിയറം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് പൈതഗോറസ് തിയറം? ഏത് ത്രികോണവുമായി ബന്ധപ്പെട്ടതാ? എല്ലാ ത്രികോണങ്ങൾക്കും പൈതഗോറസ് തിയറം ഉണ്ടോ? ഇല്ല, മട്ട ത്രികോണമായിരുന്നു അല്ലേ. അതായത് കറക്റ്റ് 90 ഡിഗ്രി വരുന്നതിനായിരുന്നു മട്ട ത്രികോണം അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായിട്ട് ബന്ധപ്പെട്ട ത്രികോണങ്ങൾക്ക് മാത്രമേ എന്ത് പറ്റുള്ളൂ? പൈതഗോറസ് തിയറം പറ്റുള്ളൂ. അപ്പോൾ ടെക്സ്റ്റിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളൂടി പറയാനാണ് മിസ് വന്നത്. എന്നിട്ട് ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യും. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ പറയുന്ന കുറച്ച് കാര്യങ്ങളൂടി ശ്രദ്ധിക്കുക. ഇതുകൂടി അറിഞ്ഞാലേ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. ഇവിടെ നോക്ക്, നിങ്ങൾ കണ്ടോ 2 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്ററിൽ മൂന്നും ഈക്വൽ ആണെങ്കിൽ ഈ ട്രയാങ്കിളിന് എന്താ വിളിക്കുക? ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലേ. അപ്പോൾ നമ്മൾ ഈ 2 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്ററുള്ള ഈ സമഭുജ ത്രികോണത്തിനെ കറക്റ്റ് നടുവിലൂടെ കട്ട് ചെയ്തു. അതായത് ഇങ്ങനെയുള്ളൊരു ത്രികോണമായിരുന്നു കേട്ടോ. ഇതിന് സെൻറ്ററിലൂടെ കട്ട് ചെയ്തപ്പോൾ നിങ്ങൾ നോക്ക്, ഇതും 2 ഇതും 2 ഇതും 2 ആയിരുന്നു. ഇങ്ങനെ നടുവിലേക്ക് വരച്ചപ്പം ഇത് 1 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തില്ലേ. അപ്പോൾ നിങ്ങൾ നോക്ക്, നേരെ കുത്തനെ വരയ്ക്കുന്ന സമയത്ത് ഈ ഒരു ത്രികോണത്തിലേക്ക് നേരെ കുത്തനെ വരയ്ക്കുമ്പോൾ ഇവിടെ ഉണ്ടാവുന്ന കോണളവ് 90 ഡിഗ്രി അല്ലേ. അതെല്ലാവർക്കും അറിയാലോ. ഒരു വരയിൽ നേരെ കുത്തനെ വരച്ച് കഴിഞ്ഞാൽ ഇവിടെ 90 ഡിഗ്രി ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യാം. 90 ഡിഗ്രി ഉള്ളതിനെ നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്നല്ലേ പറയാം. അതായത് ഈ 2 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ ഉള്ള ഈ സമഭുജ ത്രികോണത്തിനെ, ഇക്വിലാറ്ററൽ ട്രയാങ്കിളിനെ നമ്മൾ 2 കഷ്ണമാക്കി. ഇതിലുള്ള ഒരു കഷ്ണത്തിൻ്റെ കഥയാണ് പറയാൻ പോകുന്നത്. നോക്ക്, ഈ ഒരു ത്രികോണം 2 എന്ത് ത്രികോണങ്ങളാ? സാധാ ത്രികോണങ്ങളല്ലാതെ ഇത് രണ്ടും എന്ത് ത്രികോണങ്ങളാ? മട്ട ത്രികോണങ്ങളാ. അപ്പോൾ ഈ ഒരു മട്ട ത്രികോണം എടുത്തു. ഈ ഒരു മട്ട ത്രികോണത്തിൽ നമ്മൾ കാണാൻ പോകുന്നത്, ഇവിടെ നോക്ക് നിങ്ങൾ, ഇത് 1 സെൻറ്റിമീറ്റർ അല്ലേ. ഈ വശത്തിന് എന്തായിരുന്നു പറയുക? ഓർമ്മ ഉണ്ടോ? 90 ഡിഗ്രിക്ക് എതിരെ വരുന്ന ഏറ്റവും നീളം കൂടിയ വശമായിരുന്നു കർണം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എന്ത് പറയും? ഹൈപ്പോട്ടിന്യൂസ്. മറന്നില്ല എന്ന് വിചാരിക്കുന്നു. ഈ താഴെയുള്ളത് ബേസ് അല്ലേ, ഇത് ഹൈറ്റ് എന്നും പറയും. അതായത് ഉന്നതി, ഉയരം അല്ലെങ്കിൽ ലംബം എന്ന് പറയും അല്ലേ. ഇതിനെ നമ്മൾ പാദം എന്ന് പറയും. ശരിയല്ലേ? അപ്പം നമുക്കറിയാം പൈതഗോറസ് തിയറം അനുസരിച്ച് നമ്മൾ എന്താ പഠിച്ചത്? കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ആരും മറന്നു പോയിട്ടില്ലല്ലോ അല്ലേ? ലംബം സ്ക്വയർ. അതായത് ഹൈപ്പോട്ടിന്യൂസിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ആയിരുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്, ഇതറിയാതെ ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ നോക്ക്, ഇവിടെ മിസ് കർണത്തിൻ്റെ വില ഇവിടെ എത്രയാ? 2 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ കർണത്തിന് പകരം 2 എന്ന് എഴുതുന്നു. 2നെ സ്ക്വയർ ചെയ്യണം അല്ലേ, കർണം സ്ക്വയർ അല്ലേ. ഇനി പാദം ഇവിടെ എത്ര സെൻറ്റിമീറ്ററാ? 1 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ പാദത്തിന് പകരം മിസ് 1 സ്ക്വയർ എന്ന് എഴുതുന്നു, കാരണം പാദത്തിനും സ്ക്വയർ ചെയ്യണം. ഇനി ലംബം, ഇവിടെ നോക്ക്, ലംബം എന്ന് പറയുന്ന ഈ വരച്ച വരയല്ലേ. ഈ വരച്ച വരയുടെ അളവ് നമുക്ക് അറിയോ? അതുകൊണ്ടാണ് നമ്മൾ ഈ ചോദ്യം ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആ വര അറിയില്ല. അപ്പോൾ നമ്മൾ അതിന് എന്തെന്ന് എഴുതുന്നു? നമ്മൾ പാദത്തിന് 1 തന്നെ എഴുതുന്നു. ലംബം നമുക്ക് അറിയില്ല അല്ലേ. അപ്പോൾ ലംബം സ്ക്വയർ അല്ലെങ്കിൽ എന്ത് എഴുതുന്നു? ഹൈറ്റ് സ്ക്വയർ എന്ന് തന്നെ എഴുതുന്നു. 2ൻ്റെ സ്ക്വയർ 4 ആണെന്ന് അറിയാലോ. 1ൻ്റെ സ്ക്വയർ എന്താ? 2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ. 2 × 2നെയാണ് 2ൻ്റെ സ്ക്വയർ എന്ന് പറയുക. അപ്പോൾ 2ൻ്റെ സ്ക്വയർ 4 ആണ്. 1ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? 1 × 1 അല്ലേ. വർഗം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ 2ൻ്റെ സ്ക്വയർ 4, 1ൻ്റെ സ്ക്വയർ 1. ശരിയല്ലേ? ഇനി ലംബം അല്ലെങ്കിൽ എന്ത് സ്ക്വയർ എന്ന് പറയാം? ഹൈറ്റ് സ്ക്വയർ എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹൈറ്റ് ആണ് അല്ലേ. അപ്പോൾ ഈ ഹൈറ്റിന് ഇവിടെ വെക്കുന്നേ, കാണേണ്ടത് അവിടെ തന്നെ നിൽക്കട്ടെ. ഈ +1ന് ഇങ്ങോട്ട് മാറ്റി കൊടുത്താൽ വലത് ഭാഗത്ത് ലംബം മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ മിസ് 4ൻ്റെ അടുത്തേക്ക് 1നെ കൊണ്ടുവരുന്നു. +1 ഇങ്ങോട്ട് വരുമ്പോൾ എന്തൊന്നാവും? -1 എന്നാവും. ശരിയല്ലേ? സമം ലംബം സ്ക്വയർ എന്ന് വരും. 4ന്ന് 1 കുറച്ചാൽ എത്രയാ? 3. അപ്പം ലംബം സ്ക്വയർ സമം, അല്ലെങ്കിൽ നമുക്ക് എന്താ കിട്ടിയ? ലംബത്തിന് തന്നെയാണ് എന്ത് ഇംഗ്ലീഷ് പറയാ? ഹൈറ്റ് അല്ലേ. ഹൈറ്റ് സ്ക്വയർ എന്ന് പറയുന്നത് 3 എന്ന് കിട്ടി. നമുക്ക് സ്ക്വയർ ആണോ വേണ്ടത്? ഈ വശം എന്ന് പറയുന്നത് എന്താ? വെറും ഹൈറ്റ് അല്ലേ, അല്ലെങ്കിൽ വെറും ലംബമല്ലേ ഇത് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ലംബം കിട്ടണമെങ്കിൽ ഈ സ്ക്വയറിൻ്റെ ആവശ്യമുണ്ടോ?
ഇല്ല. സ്ക്വയർ ഒഴിവാക്കുമ്പോൾ നമ്മൾ എന്തെടുക്കണം എന്നാ മിസ് പറയൽ എപ്പോഴും? റൂട്ട് എടുക്കണം. ഓർമ്മ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് എന്തെഴുതാം? √3 എന്ന് കിട്ടും. അതായത് ലംബം അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് പറയുന്നത് എന്താന്ന് കിട്ടി? √3 കിട്ടി. അതായത് ഒരു മട്ട ത്രികോണം അല്ലെങ്കിൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കർണവും പാദവും നമുക്കറിയെങ്കിൽ ലംബം കാണാനും നമുക്ക് എളുപ്പമാണ് അല്ലേ. നമുക്ക് കാണേണ്ടതിന് ഒരു ഭാഗത്ത് വെക്കുന്നു, മറ്റേതിന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു സമഭുജ ത്രികോണത്തിൻ്റെ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഹൈറ്റിൻ്റെ ഈ നീളം എത്രയാണെന്ന് കിട്ടി? √3 കിട്ടിയില്ലേ. അതായത് ഇതിൻ്റെ ഹൈറ്റ് √3 എന്ന് വന്നു. √3 എന്നല്ല നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? എന്തായിരുന്നു? √3 നമ്മൾ പഠിക്കാൻ പോകുന്ന പുതിയ സംഖ്യ അല്ലേ. √3, √2, √5 അങ്ങനത്തെ നമ്പറായിരുന്നു പുതിയ സംഖ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചത്. അതായത് ഇറാഷണൽ നമ്പേഴ്സ് അല്ലേ. ഇറാഷണൽ നമ്പർ അല്ലെങ്കിൽ അഭിന്നകങ്ങൾ. നീ കഴിഞ്ഞ ക്ലാസ് കാണാത്തവർ പോയി കാണുക കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് എല്ലാ നമ്പർ സിസ്റ്റം മിസ് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു ത്രികോണത്തിൽ 2 വശങ്ങൾ അറിയെങ്കിൽ മൂന്നാമത്തേത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നാണ് കാണിച്ചു തന്നത്. കർണത്തിൻ്റെത് 2 ആയതുകൊണ്ട് കർണത്തിന് പകരം 2 എന്ന് എഴുതി. പിന്നെയോ പാദത്തിൻ്റെ 1 മീറ്റർ ആയതുകൊണ്ട് 1 സ്ക്വയർ എന്ന് എഴുതി. ഈ സ്ക്വയർ ചെയ്യാൻ മറന്നുപോയ ഉത്തരം തെറ്റു കേട്ടോ. കാരണം ഇക്വേഷനിൽ സ്ക്വയർ ഇല്ല, എല്ലാത്തിനും വർഗ്ഗം എഴുതുന്നുണ്ട് അല്ലേ. അപ്പോൾ 2ൻ്റെ സ്ക്വയർ 4, 1ൻ്റെ സ്ക്വയർ 1. ഇനി ലംബം കാണേണ്ടത് കൊണ്ട് ലംബത്തിനെ മാത്രം ഒരു ഭാഗത്ത് വെക്കുന്നു. +1 ഇങ്ങോട്ട് കൊണ്ടുവന്നു, അപ്പോൾ -1. ഇനി ലംബം സ്ക്വയറാണ് 3. നമുക്ക് വെറും ലംബം ഹൈറ്റ് മതി. അപ്പോൾ സ്ക്വയർ ഒഴിവാക്കാൻ ഇന്നലെ പറഞ്ഞിട്ട് റൂട്ട് എടുക്കണം. √3 എന്ന് കിട്ടും. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിലൊക്കെ ചോദ്യം ചെയ്യണമെങ്കിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ട 2 ആൾക്കാരാണ് √3ഉം √2ഉം. ആരൊക്കെയാണ്? √2ൻ്റെയും √3ൻ്റെയും വിലകൾ. √3, √2 ഇറാഷണൽ നമ്പറാണ് അല്ലെങ്കിൽ അഭിന്നകങ്ങളാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞല്ലോ. അതായത് P/Q എന്ന് പറയുന്ന മോഡലിൽ എഴുതാൻ പറ്റില്ല. 2 സംഖ്യകളെ ഭിന്നങ്ങളാക്കി നമുക്ക് എഴുതാൻ പറ്റില്ല. ഈ √2ൻ്റെയും √3ൻ്റെയും വില നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. മിസ് പിന്നെയും പറയാണ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ നമ്പേഴ്സ് ബൈ ഹാർട്ട് ചെയ്യുക, വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. അതായത് √2ൻ്റെ വില ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പോയിന്റ് കഴിഞ്ഞിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്ന നമ്പർ ആയതുകൊണ്ടാണ് ഇത് ഇറാഷണൽ അഭിന്നകങ്ങൾ എന്നുള്ള വർഗ്ഗത്തിൽ പെടാൻ കാരണം, ആ കൂട്ടത്തിൽ പെട്ടത്. അപ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റായിട്ട് എത്ര നമ്പർ ഉണ്ട് അതൊക്കെ നമുക്ക് പഠിച്ചു വെക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ നമ്മൾ പഠിക്കാനുള്ള എളുപ്പത്തിന് റൗണ്ട് ചെയ്തിട്ട് √2ൻ്റെ വില 1.414. ഇതിങ്ങനെ നിൽക്കുന്നില്ല കേട്ടോ, കണ്ടിന്യൂസ് ഉണ്ട്. പക്ഷെ നിങ്ങൾ പഠിച്ച് വെക്കേണ്ട വില എത്രയാണ്? √2ൻ്റെ വില 1.414. അതേപോലെ √3ൻ്റെ വില 1.732. ഇതും എന്താ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോണ നമ്പറാ. പക്ഷേ കണ്ടിന്യൂ ചെയ്യുന്നത് നിങ്ങൾ പഠിക്കണ്ട. ടെക്സ്റ്റിലൊക്കെ പറയുന്നത് ഒരു 3 വില വരെ പഠിക്കാനാ. ഇത് പഠിക്കാതിരിക്കരുത്. മിസ് പിന്നെയും പറയാണ്, വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് വില കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ, അതായത് √2ൻ്റെയും √3ൻ്റെയും വില അറിയാതെ നമുക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം പല സ്ഥലത്തും ആവശ്യം വരുന്നുണ്ട്. ഇനി ഇതേ ആൾക്കാരെ നിങ്ങൾ 9ാം ക്ലാസ്സിൽ കുറച്ച് അപ്പുറത്തേക്ക് ഒരു ചാപ്റ്റർ ഉണ്ട്, അവിടെ നിങ്ങൾക്ക് പിന്നെയും വരാനുണ്ട്. അവിടെയും നമുക്ക് ആവശ്യമുള്ളത്, അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ √2ൻ്റെയും √3ൻ്റെയും വില നിങ്ങളെ കൂടെ വേണം. കേട്ടല്ലോ. അപ്പോൾ √2ൻ്റെ വില എത്രയാ? 1.414, 1.414. ഇങ്ങനെ പറഞ്ഞ് പഠിച്ചോ. വേറെ ട്രിക്കൊന്നുമില്ല. √3ൻ്റെ വില 1.732, 1.732, 1.732. അങ്ങനെ പഠിക്കുക തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ 2 വിലകളും പഠിച്ചു വെക്കുക. ക്ലിയർ ആണല്ലോ. ഇനി മിസ് ഇത് പറഞ്ഞ പോലെ നമുക്ക് പൈതഗോറസ് തിയറം ഉപയോഗിച്ച് ചെയ്യാൻ തന്നെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇന്ന് ചോദ്യത്തിലേക്ക് പോകുന്നില്ല, ഞാൻ വെറുതെ നിങ്ങൾക്ക് എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ ഇതൊരു 5 സെൻറ്റിമീറ്ററാണെന്ന് വിചാരിക്കുക, ഇതൊരു 4 അല്ല, ഇതൊരു 3 വിചാരിക്കുക. നമുക്ക് ആരെ കണ്ടുപിടിക്കണം? ലംബം അഥവാ ഹൈറ്റ് കാണണം അല്ലേ. നമ്മൾ ഇക്വേഷനിൽ കൊടുക്കുക. അതിങ്ങനെ ചെയ്ത് പഠിച്ചു വെക്കുക കേട്ടോ. അതായത് ഇത് കർണമാണ് അല്ലെങ്കിൽ ആരാണ്? ഹൈപ്പോട്ന്യൂസ് ആണ്. താഴെയുള്ളത് ബേസ് ആണ് അല്ലെങ്കിൽ പാദമാണ്. ശരിയല്ലേ? നമുക്ക് ലംബം ഹൈറ്റ് കാണണം. നിങ്ങൾ വേറൊന്നും പഠിക്കണ്ട. നമുക്ക് അറിയാലോ ഇക്വേഷൻ. എന്താ ഇക്വേഷൻ? കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ശരിയല്ലേ? അല്ലെങ്കിൽ എന്തെഴുതാം? ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ സമം ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ.
ഇത് മറന്നു പോയിട്ടില്ലല്ലോ അല്ലേ? പറഞ്ഞ് പഠിച്ചോ കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു പൈതഗോറസിനെയൊക്കെ ഇന്നലെ പരിചയപ്പെട്ടായിരുന്നു അല്ലേ? വലിയൊരു ഗണിതശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുള്ള പ്രസിദ്ധമായ ഒരു ഇക്വേഷനാണ് പൈതഗോറസ് തിയറം എന്ന് പറഞ്ഞ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇത് ഏത് ത്രികോണമായിട്ട് ബന്ധപ്പെട്ടതാണ്? മട്ടത്രികോണം. എന്താ മട്ടത്രികോണം? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഒരു കോൺ 90 ഡിഗ്രി വരുന്നത്. അപ്പോൾ ഇത് ലംബം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് കർണം അറിയാം അല്ലേ? അപ്പോൾ കർണത്തിൻ്റെ വില കൊടുക്കാം 5. 5ന് എന്ത് ചെയ്യണം? സ്ക്വയർ ചെയ്യണം. പാദവും അറിയാലോ, ബേസ് അറിയാലോ 3. പക്ഷെ നമുക്ക് ഹൈറ്റ് അറിയില്ല അല്ലേ? അപ്പോൾ ഹൈറ്റിനെ മിസ് ലംബം സ്ക്വയർ അല്ലെങ്കിൽ ഹൈറ്റ് സ്ക്വയർ എന്ന് തന്നെ എഴുതുന്നു. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഹൈറ്റ് സ്ക്വയറാണ് കാണേണ്ടത്. അത് അവിടെ എന്ത് കണ്ടുപിടിക്കണം അത് ഒരു സൈഡിൽ വെക്കുക, ബാക്കിയുള്ളതിന് ഇങ്ങോട്ട് മാറ്റി കൊടുക്കുക. അപ്പോൾ പ്ലസ് അല്ലേ? അതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ വിലകളൊന്ന് എഴുതാം. 5ൻ്റെ സ്ക്വയർ എത്രയാ? 5ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 × 5 എന്നാ മീനിങ് 25 അല്ലേ? അതേപോലെ 3ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? 3 × 3. 3 × 3 എത്രയാ? 9 ആണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 5ൻ്റെ സ്ക്വയർ 25 എന്ന് എഴുതാം, 3ൻ്റെ സ്ക്വയർ 9 എന്ന് എഴുതാം. ശരിയല്ലേ? ഇനി ഈ സമം ഈക്വൽ ടു സൈൻ്റെ അപ്പുറത്താണ് ഹൈറ്റ് അല്ലേ? ആ ഹൈറ്റിന് അവിടെ വെക്കുന്നു. ഈ +9 ഈ സമത്തിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാലല്ലേ നമുക്ക് കാര്യം നടക്കുള്ളൂ. +9 ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് 9 ആവും? -9 സമം അപ്പുറത്ത് ആരുണ്ട്? ഹൈറ്റ് സ്ക്വയർ ഉണ്ട്. 25ൽ നിന്ന് 9 പോയാൽ എത്രയാ? 16 എന്ന് കിട്ടും. ശരിയല്ലേ? സമം ഹൈറ്റ് സ്ക്വയർ. അതായത് 25 9 കുറയ്ക്കുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ലംബത്തിൻ്റെ സ്ക്വയറാണ്, വർഗമാണ് അല്ലേ? ഈ സ്ക്വയർ ഇല്ലാത്ത ഉത്തരമാണ് നമുക്ക് വേണ്ടത്. വെറും ഹൈറ്റ് പോരെ നമുക്ക്. അപ്പോൾ നമ്മൾ വെറും ഹൈറ്റ് ആക്കുന്നു. അപ്പോൾ സ്ക്വയർ ഒഴിവാക്കിയാൽ എന്തെടുക്കണം? റൂട്ട് എടുക്കണം. റൂട്ട് 16 എത്രയാ? റൂട്ട് 16ന് വില ഉണ്ടല്ലോ. മക്കളെ 4 × 4 അല്ലേ 16. അപ്പോൾ റൂട്ട് 16 എത്രയാ? 4. അതായത് നമ്മൾ ഹൈറ്റിൻ്റെ വാല്യൂ എത്ര കിട്ടി? 4 എന്ന് കിട്ടി. ഇത് മിസ് ഒരു എക്സാമ്പിൾ കാണിച്ചു തന്നതാണ്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിലുടനീളം നല്ല നല്ല സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ മുഴുവനായിട്ട് എന്താ വരുന്നത്? ഇതേപോലെ ഒന്നില്ലെങ്കിൽ ബേസും ഹൈറ്റും അറിയും ഹൈപ്പോട്ന്യൂസ് കാണാൻ, അല്ലെങ്കിൽ ഹൈപ്പോട്ന്യൂസും ബേസും അറിയും ഹൈറ്റ് കാണാൻ. ഏതെങ്കിലും 2 എണ്ണം തന്നിട്ട് മൂന്നാമത്തത് കാണാനാ. അപ്പോൾ ഈ ഒറ്റ ഇക്വേഷൻ ഇതേപോലെ പഠിച്ചു വെച്ചാൽ ബാക്കിയൊക്കെ നമുക്ക് കിട്ടും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ റൂട്ട് 2ൻ്റെയും റൂട്ട് 3ൻ്റെയും വില മറന്നു പോകരുത്. ഇത് പിന്നെ ടെക്സ്റ്റിൽ പറഞ്ഞൊരു എക്സാമ്പിൾ നമ്മൾ ചെയ്തതാ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇന്ന് മിസ് ചെറിയൊരു ക്ലാസ്സിൽ നിർത്തുകയാണ്. കാരണം ഇതൊരു ബേസിക് കാര്യം, ഇതൊന്നും അറിയാതെ നമുക്ക് ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ അറിവോട് കൂടി നമുക്ക് നാളെ മുതൽ നമ്മളെ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. താങ്ക്